PSC സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു LGSയുടെ അപ്ഡേഷനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അപ്ഡേഷനല്ല, എന്നാലും പലർക്കും ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ എന്താണ് നോക്കാം കേട്ടോ, എന്താണ് ഡൗട്ട് എന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നത് അല്ലേ. അപ്പം ഈ മെസ്സേജ് വരുന്ന സമയത്ത് എല്ലാവർക്കും റെഡ് കളറിലായിരുന്നു. അപ്ലോഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞപ്പം അത് ബ്ലാക്ക് കളറിലായി. അപ്പോൾ ഇനി എന്താണ്, എല്ലാവരും സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉള്ളവർക്ക് വീണ്ടും മെസ്സേജ് പോയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡൗട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഇതാണ് ഡൗട്ട്. ഇതെന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ റെഡ് കളറിലാണ് കാണിക്കുന്നത് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് മാത്രം ഗ്രീൻ കളറിലായിരിക്കുന്നു. നിങ്ങളുടെ മാത്രമാണോ വേരിഫിക്കേഷൻ കഴിഞ്ഞത്? ഇങ്ങനെയാണ് പലർക്കും പല ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1 ടൈം വേരിഫിക്കേഷൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. അഥവാ 1 ടൈം വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് PSC ഓഫീസിൽ പോയിട്ട് നമ്മളുടെ ഒറിജിനൽ എല്ലാം ശരിയാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഗ്രീൻ കളറിൽ ടിക്ക് വീണത്. അഥവാ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് എൻ്റെയും ഇതേപോലെ റെഡ് കളറിലാണ്. കണ്ടോ, നിങ്ങളെ പോലെ തന്നെ ഫസ്റ്റ് ടൈം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരിട്ട് വെരിഫിക്കേഷന് പോയതിന് ശേഷമാണ് എനിക്ക് ഗ്രീൻ കളറിൽ കണ്ടോ മാർക്ക് ചെയ്തതെല്ലാം ഗ്രീൻ കളറിൽ വീണിട്ടുള്ളത്. ഇപ്പം പുതുതായിട്ട് ഞാനും ഷോർട്ട് ലിസ്റ്റിലുള്ളത് കൊണ്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. 1 ഇയർ ആണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഡീഷണൽ ഡിക്ലറേഷനുമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ 2 മാത്രം അപ്ലോഡ് ചെയ്തത്. അപ്പം വേരിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് അഥവാ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും വെരിഫിക്കേഷന്. ചിലപ്പോൾ എനിക്ക് തരുന്ന ഡേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്ന ഡേറ്റ്. കുറച്ച് പേരെ അവരവരുടെ ജില്ലയിൽ പോയിട്ട് വെരിഫിക്കേഷന് വിളിക്കും. ടൈമിംഗ് ഉണ്ടാകും. കൃത്യമായിട്ട് ആ ടൈമിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ അപ്ലോഡ് ചെയ്തത് കണ്ടോ, താഴെയായിട്ടാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ കുറച്ച് പേര് ഇത് കണ്ടോ, വോട്ടർ ID-യിൽ ഇങ്ങനെ 2 ഫയൽ അടുത്തടുത്തായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്തത് കാണാം. പക്ഷേ ഇങ്ങനെ അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. താഴെയായിട്ട് കണ്ടോ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഗ്രീൻ കളറിലുള്ളതും റെഡിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. അതുപോലെ കണ്ടോ, അഡീഷണൽ ഡിക്ലറേഷൻ ഗ്രീൻ കളറിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ്. രണ്ടാമത് ഇപ്പോൾ ചെയ്തത് കണ്ടോ റെഡ് മാർക്കിൽ. അപ്പോൾ ഇതുപോലെ താഴെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. അഥവാ 1 ടൈം കഴിഞ്ഞ് 2ാമത്തെ ടൈം ആണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ അവർക്കാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പോയതിന് ശേഷമാണ് ഇതുപോലെ ഗ്രീൻ ടിക്ക് വീഴുന്നത്. അപ്പോൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് വരും കേട്ടോ. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും ഓരോരുത്തർക്കും ഡേറ്റ് തരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്ത് തരും. വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഗ്രീൻ ടിക്ക് വീഴുന്നത് കേട്ടോ. അതിന് ശേഷം ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് OTV കിട്ടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഏകദേശം എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞു തോന്നുന്നു. വെരിഫിക്കേഷൻ പറഞ്ഞാൽ നേരിട്ട് പോകുന്ന വെരിഫിക്കേഷൻ അല്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതൊക്കെ കൃത്യമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കണ്ടോ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. കണ്ടോ, ഇവിടെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ കാണും. ആ ഡിലീറ്റ് ഓപ്ഷൻ കാണുന്നില്ല. കണ്ടോ, അതിന് ഉദാഹരണമാണിത്. അപ്പം എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് കാണും. അപ്പോൾ പ്രിലിംസിൻ്റെയും റിസൾട്ട് ഈ ആഴ്ച കാണും കേട്ടോ. അതിന് ശേഷമായിരിക്കും നമ്മുടെ കാണുന്നത്. എന്തായാലും എല്ലാം വരും, ഉടനെ തന്നെ എല്ലാ ലിസ്റ്റുകളും വരുന്നതാണ്. പ്രിലിംസിൻ്റെ റിസൾട്ട് ഈ ആഴ്ച തന്നെ കാണും. പിന്നെയുള്ള ആഴ്ചകളിലായിട്ട് നമ്മളുടെ ഇപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ലീവാണല്ലോ. ഏകദേശം ഈ മാസം ലാസ്റ്റോടുകൂടി മറ്റേ വേരിയസ് LGSൻ്റെയും ഷോർട്ട് ലിസ്റ്റുകളെല്ലാം ഓരോ ജില്ലകളുടെയും വന്നു തുടങ്ങും. ഇപ്പോൾ വെരിഫിക്കേഷൻ അഥവാ ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം അവർ നോക്കിക്കഴിഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലാത്തത്. അല്ലെങ്കിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഇതുപോലെ ഡിലീറ്റിൻ്റെ കാണുന്നില്ലല്ലോ ഓപ്ഷൻ അതിൽ. അപ്പോൾ നമ്മുടെ ഏകദേശം വെരിഫിക്കേഷനൊക്കെ അഥവാ പേപ്പർ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പ്രിലിംസിന് റിസൾട്ട് ഉടൻ തന്നെ കാണും. പഠിക്കാനുള്ളവരൊക്കെ പഠിക്കുക. ഇനി ടൈം നമുക്ക് മുന്നിലില്ല. അടുത്ത മാസമാണ് മെയിൻ എക്സാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്